ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ഈ യാത്ര തുടങ്ങിയിട്ട് ഇന്ന് 12 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. മകനെ, മകളെ, നീ ഇപ്പോൾ തളർന്നിരിക്കുകയാണോ? ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും കണ്ടില്ലല്ലോ എന്ന് നിന്റെ ഉള്ളിലെ ഒരു ശബ്ദം നിന്നോട് മന്ത്രിക്കുന്നുണ്ടോ? എങ്കിൽ ഇന്ന് രാവിലെ ഈ 6 മണിക്ക് നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ പരാജയപ്പെട്ടിട്ടില്ല എന്നാണ്. നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഒരു ഓട്ടമത്സരത്തിൽ അവസാന ലാപ്പിലെത്തുമ്പോൾ ശ്വാസം മുട്ടുന്നതുപോലെ നിന്റെ ഉള്ളിലും ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടാകാം. എന്നാൽ ഒന്ന് ഓർക്കുക, വിജയം തൊട്ടടുത്താണ്. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി നിന്റെ മനസ്സിന്റെ വാതിലുകളടച്ച് ഈ 10 മിനിറ്റിലധികം നീളുന്ന സമയം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ അസാമാന്യമായ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യമാണ്. ഈ ആലയത്തിന്റെ മുൻപിലത്തെ മഹത്വത്തെക്കാൾ പിൻപിലത്തെ മഹത്വം വലുതായിരിക്കും. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും. ഈ വചനം നിന്റെ തകർന്നുപോയ ജീവിതത്തോടാണ് ഇന്ന് സംസാരിക്കുന്നത്. നിന്റെ മുൻപിലത്തെ ജീവിതം ഒരുപക്ഷെ വളരെ മഹത്വമുള്ളതായിരുന്നു എന്ന് നീ ചിന്തിക്കുന്നുണ്ടാകാം. പഴയ സമ്പന്നത, പഴയ ആരോഗ്യം, പഴയ സന്തോഷം. എന്നാൽ ദൈവം ഇന്ന് നിനക്ക് നൽകുന്ന ഉറപ്പ് ഇതാണ്: നിന്റെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ നിന്റെ പഴയ ദിവസങ്ങളെക്കാൾ മനോഹരമായിരിക്കും. ഈ വചനത്തോട് ചേർന്ന് ഒരു ചെറിയ കാര്യം ഞാൻ നിന്നോട് പങ്കുവയ്ക്കാം. ജപ്പാനിൽ കിൻസുഗി എന്നൊരു കലയുണ്ട്. വിലപിടിപ്പുള്ള ഒരു പാത്രം പൊട്ടിപ്പോയാൽ അവർ അത് വലിച്ചെറിയില്ല. പകരം ആ പൊട്ടിയ കഷ്ണങ്ങൾ ഓരോന്നും അവർ സ്വർണം ഉരുക്കി ചേർത്തുവെച്ച് ഒട്ടിക്കും. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ആ പാത്രം പഴയതിനേക്കാൾ ഉറപ്പുള്ളതും സ്വർണത്തിന്റെ തിളക്കം കൊണ്ട് പഴയതിനേക്കാൾ മനോഹരവുമായി മാറും. നിന്റെ ജീവിതത്തെക്കുറിച്ചും ദൈവം ഇന്ന് ഇതാണ് പറയുന്നത്. നിന്റെ സാമ്പത്തിക തകർച്ചയാകട്ടെ, നിന്റെ രോഗമാകട്ടെ, തകർന്നുപോയ നിന്റെ കുടുംബ ബന്ധങ്ങളാകട്ടെ, ദൈവം ആ പൊട്ടിയ കഷ്ണങ്ങളെ സ്വർണം കൊണ്ട് ഒട്ടിക്കാൻ പോവുകയാണ്. നിന്റെ മുറിവുകൾ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഴകായി മാറും. ലോകം നിന്നെ തകർന്നവൻ എന്ന് വിളിക്കുമ്പോൾ ദൈവം നിന്നെ സ്വർണത്തേക്കാൾ വിലയുള്ളവൻ എന്ന് വിളിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയിലെ ഓരോ സഹോദരങ്ങൾക്കും വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സാമ്പത്തിക ഭാരം കൊണ്ട് തല താഴ്ത്തി നിൽക്കുന്നവർ, വീട് എന്ന സ്വപ്നം തകർന്നുപോയവർ, മക്കളുടെ വിവാഹമോ ജോലിയോ തടസ്സപ്പെട്ടു നിൽക്കുന്നവർ, നിരാശപ്പെടരുത്. നിന്റെ പിൻപിലത്തെ മഹത്വം ദൈവം ഒരുക്കിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ പേരുകൾ പറയുന്നില്ലെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ദൈവം അറിയുന്നു. മക്കളുടെ പരീക്ഷാഭയമാകട്ടെ, വിട്ടുമാറാത്ത രോഗങ്ങളാകട്ടെ, വിസ തടസ്സങ്ങളാകട്ടെ, എല്ലാറ്റിനുമേൽ ഇന്ന് ദൈവം തന്റെ സ്വർണ്ണക്കരം നീട്ടി സ്പർശിക്കട്ടെ. ഇനി നമുക്ക് ഒരുമിച്ച് ആത്മബലം നൽകുന്ന ഒരു നിമിഷം ചെലവഴിക്കാം. നിന്റെ ഉള്ളിലെ ഭയത്തോട് നീ ഇന്ന് കൽപ്പിക്കുക: എന്നെ തകർക്കാൻ നിനക്ക് കഴിയില്ല, കാരണം എനിക്ക് മുൻപേ പോകുന്ന ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുമ്പോൾ കൂടിയാണ്. നിന്റെ സാഹചര്യം മാറുന്നില്ല എന്ന് നീ പരാതി പറയരുത്. നിന്റെ ഉള്ളിലെ വിശ്വാസം മാറുമ്പോൾ നിനക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ തനിയെ മാറാൻ തുടങ്ങും. ഇനി നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏറ്റവും ആഴത്തിൽ 1 മിനിറ്റ് സമയം മനമുരുകി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന വളരെ സാവധാനത്തിലും ആത്മീയ തീവ്രതയോടെയും വായിക്കുക. സ്വർഗസ്ഥനായ പിതാവേ, ഈ 12-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയിൽ അങ്ങയുടെ മുൻപിലിരിക്കുന്ന നിന്റെ മക്കളെ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവേ, തകർന്നുപോയ കഷ്ണങ്ങൾ പോലെയാണ് തങ്ങളുടെ ജീവിതമെന്ന് കരുതുന്ന ഓരോ മകനെയും മകളെയും നീ ഇന്ന് തൊടണമേ. പഴയതിനേക്കാൾ വലിയൊരു മഹത്വം അവരുടെ ജീവിതത്തിൽ നീ നൽകുമെന്ന് ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. കടബാധ്യതകൾ കൊണ്ട് തളർന്നവർക്ക് പുതിയ സമാധാനം നൽകണമേ. രോഗത്തിന്റെ വേദനയിൽ കഴിയുന്നവർക്ക് അങ്ങയുടെ ദിവ്യമായ സൗഖ്യം നൽകണമേ. വീടില്ലാത്തവർക്ക് ഒരു ഭവനമൊരുക്കി നൽകണമേ. മക്കളുടെ ഭാവിയെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കളുടെ കണ്ണുനീർ നീ തുടയ്ക്കണമേ. കുടുംബങ്ങളിൽ സമാധാനത്തിന്റെ അസാമാന്യമായ അനുഭവമുണ്ടാകട്ടെ. നമ്മൾ പരസ്പരം കൈപിടിച്ച് അപേക്ഷിക്കുന്ന ഈ നിമിഷം സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഒരു ദോഷവും നമ്മുടെ കൂടാരങ്ങളെ തൊടാതിരിക്കട്ടെ. ആമേൻ. നമുക്ക് തുടരാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നിന്റെ ഉള്ളിലെ ഇരുട്ട് മാറി പ്രകാശം വരുന്നത് നീ തിരിച്ചറിയും. നമ്മൾ പലപ്പോഴും തളരുന്നത് നമ്മുടെ കൂടെ ആരുമില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ്. എന്നാൽ ഈ 14 ദിവസത്തെ പ്രാർത്ഥനായാത്രയിൽ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിനക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ ഇവിടെ ആയിരക്കണക്കിന് സഹോദരങ്ങളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം കേൾക്കുന്നു. നിന്റെ ഇന്നത്തെ ദിവസം നീ സന്തോഷത്തോടെ തുടങ്ങുക.
നെഗറ്റീവ് വാക്കുകൾ നിന്റെ നാവിൽ നിന്ന് വരാൻ നീ അനുവദിക്കരുത്. ഇന്ന് നല്ലത് സംഭവിക്കും എന്ന് നീ ഉറച്ചു പറയുക. നിന്റെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമായി മാറുന്ന ദിവസം ദൂരെയല്ല. നിന്റെ കുടുംബം, നിന്റെ മക്കൾ, നിന്റെ ജോലി എല്ലാം ദൈവത്തിന്റെ കൃപയാൽ നിറയട്ടെ. തകർന്നുപോയത് പണിയുന്ന ദൈവം നിന്റെ ജീവിതത്തെയും പണിയുകയാണ്. നമ്മുടെ ഈ യാത്രയുടെ 12-ാം ദിവസം അവസാനിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഒരു പുതിയ ഊർജം നിറയട്ടെ. നാളെ രാവിലെ കൃത്യം 6 മണിക്ക് 13-ാം ദിവസത്തെ പ്രാർത്ഥനായാത്രയ്ക്കായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നാളെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതിനും പുതിയ വാതിലുകൾ തുറക്കുന്നതിനും വേണ്ടിയായിരിക്കും. ഈ വീഡിയോ ആവശ്യമുള്ള അനേകരിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും ഈ യാത്രയിൽ മുടങ്ങാതെ പങ്കെടുക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.